ലോകത്ത് ഇന്ന് കാണുന്നല്ലോ, ഗസയിൽ നാം 50,000-ഓളം മനുഷ്യർ ബലി കൊടുക്കപ്പെടുകയാണ്. ബലിക്ക് വിലയുണ്ട്. ഈ ക്രൂരമായ ബലി നരഹത്യയ്ക്ക് ഈ ദുഷ്ടന്മാർ തുടങ്ങുമ്പോൾ അവരെവിടെയായിരുന്നു അവരുടെ സ്വീകാര്യതയും അംഗീകാരവും? ഒന്നൊന്നായി തകർന്നടിഞ്ഞുകൊണ്ടവർ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ രൂപാന്തരപ്പെട്ടു വരുന്ന ഓൾ ഐസ് ടു ഗസ എന്നോ മറ്റോ ഒരു പുതിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരിക്കുന്നുവല്ലോ, അല്ലേ? മാറുകയാണ്. ബലികൾ തീർച്ചയായും സ്വീകാര്യതയുടെ അടയാളമാണ്. അത് ഈ ലോകത്ത് കാട്ടിത്തന്ന മഹാനായ ഒരു ബലിപുരുഷനുണ്ട്. അത് മറ്റാരുമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ദബീഹുല്ലാഹി ഇസ്മായിലുമാണ്. ബലി കൊടുക്കുമ്പോൾ, തൻ്റെ വിലപ്പെട്ടത് ത്യജിക്കുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളിൽ അവർ വിജയിക്കുകയാണ്. അവർ നീണാൾ ജീവിക്കുകയാണ് നാളുകളിൽ. ഇന്നത്തെ താൽക്കാലികമായ ഒരു ജീവിതത്തിനപ്പുറത്താണ് ജീവിതം എന്ന് നാം വിശ്വസിക്കുകയാണ്. കണ്ടില്ലേ? എന്നെ രാജ്യത്തിന് വേണ്ടി ദൈവം അവതരിപ്പിച്ച ഞാൻ അവതാരം വന്ന് ആരോടാ ഇത് പറയണേ? ഈ പോത്തുകളല്ലേ അത് വിശ്വസിക്കുള്ളൂ? പോത്തുകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ അവതാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവതാരത്തിന് കാവല് 2000 പോലീസ്. അവതാരത്തിന് കാവലിരിക്കാൻ യേശു അവതാരമാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. യേശുവിന് ഒരു പോലീസും കാവലിരുന്നില്ല. അവതാര സങ്കല്പത്തിലെ ദശാവതാരങ്ങളിൽ ഒരവതാരത്തിനും പോലീസ് കാവലിരുന്നിട്ടില്ല. ഇപ്പോൾ വന്നേക്കുന്ന ഒരു അവതാരം, എന്നിട്ട് 2000 പോലീസിനപ്പുറത്ത്. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ഒരു മനുഷ്യന് ദൈവം ചമയണമെങ്കിൽ അതുപോലും സാധ്യമാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് മൃഗത്തിന് മനുഷ്യൻ്റെ മുകളിൽ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ്. ഉളുഹിയത്ത് അതിനെ എക്കാലത്തേക്കുമായി അറുത്ത് മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഖഅദ് മാസം സമാപനത്തോടടുക്കുകയും ഹജ്ജിൻ്റെ അതിപ്രധാനമായ ആ മാസം അടുത്ത യഥാർത്ഥ ഹജ്ജിൻ്റെ മാസങ്ങളിലേക്ക് അഥവാ ദുൽഹജ്ജിലേക്ക് വഴിമാറുന്നതിന് നമ്മെ വളരെ വേഗം സമീപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഓരോ സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സമയപ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള വേളയായി, വേദിയായി ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് സമയബോധം, നാം കടന്നു പോകുന്ന നാളുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഇതൊക്കെ വിശ്വാസി സമൂഹത്തിൻ്റെ അവൻ്റെ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിലപ്പെട്ട സമയങ്ങളിൽ നാം എത്ര കണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒട്ടും നിസ്സാരമല്ലാത്ത സംഗതിയും, അവിടെ നാം അക്കാര്യത്തിൽ കാണിക്കുന്ന സമയബോധം, സമയത്തെക്കുറിച്ച്, നാം കടന്നു പോകുന്ന നാളുകളുടെ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് നാം ഉദാസീനരാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾക്ക് കാരണമാകുന്നതുമാണെന്ന ബോധമുണ്ടാകണം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്. അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു വർഷത്തിന് 12 മാസം എന്നത് നിജപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ അതിപ്രധാനമായ 4 പവിത്ര മാസങ്ങളുണ്ട് എന്ന് കൂടിയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കളോട് നിങ്ങൾ ഒട്ടും ദ്രോഹം ചെയ്തുകൂടാത്തതാണ്. അപ്പോൾ ചില സമയങ്ങളിലെ നമ്മളുടെ റൂഹുകളോട്, നമ്മുടെ ആത്മാക്കളോട്, മനസ്സാക്ഷിയോട് നാം ചെയ്യുന്ന ദ്രോഹം അതല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുകയാണ്. ഈ ബോധം, ഈ സമയബോധം, നാം കടന്നു പോകുന്നത് ഏത് സമയത്തൂടെയാണ് എന്ന ഈ യാഥാർത്ഥ്യബോധം, തിരിച്ചറിവ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ദാലിക ദീനുൽ ഖയ്യിം. ഈ സമയത്തെക്കുറിച്ച്, നാം കടന്നു പോകുന്ന സമയസവിശേഷതകളെക്കുറിച്ച്, വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതം, അതാണ് ദാലിക ദീനുൽ ഖയ്യിം. യഥാർത്ഥത്തിൽ വളവില്ലാത്ത, വക്രതയില്ലാത്ത യഥാർത്ഥ ദീൻ അതാണ് എന്നുകൂടി അള്ളാഹു പറയുന്നുണ്ട്. അപ്പം സമയമില്ല, ബോധമില്ലാതെ, സുബഹി അറിയാതെ, മഗ്രിബ് അറിയാതെ, ളുഹർ അറിയാതെ, ഇഷ അറിയാതെ, അസർ അറിയാതെ, ഇതൊക്കെ സമയത്തിൻ്റെ സവിശേഷ മേഖലകളാണ്. അതുപോലെ തന്നെ റമദാൻ അറിയാതെ, പവിത്രമാസങ്ങൾ അറിയാതെ, ഹജ്ജിൻ്റെ മാസങ്ങൾ അറിയാതെ,
ഇതൊക്കെ അതിനർഹിക്കുന്ന അതാതിൻ്റേതായ വൈശിഷ്ട്യങ്ങളെ കണ്ടറിയാതെ, തിരിച്ചറിയാതെ സമയങ്ങളെ എങ്ങനെയും കാണുകയും എങ്ങനെയും വിനിയോഗിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ ദീനിൽ നിന്ന് തികച്ചും വ്യതിചലിച്ചവരുടെ വക്രതയുള്ളവരുടെ സ്വഭാവമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ നാം കഴിഞ്ഞുകൂടുന്ന ഈ സമയം ദുൽഹജ്ജിൻ്റെ മാസങ്ങളാണ്. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് ഏതാനും ചില പരിചിതമായ മാസങ്ങളാണെന്ന് തന്നെ അള്ളാഹു പറഞ്ഞ മാസങ്ങളിലാണ് നാം ഉള്ളത് എന്ന ബോധ്യം, അത് ഹാജിമാർക്ക് മാത്രം ആ മാസങ്ങളെക്കുറിച്ചോ ദിവസങ്ങളെക്കുറിച്ചോ ബോധ്യമുണ്ടായി അതിനനുസരണമായി അവർ പ്രവർത്തിച്ചാൽ മതി എന്നതിനപ്പുറം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ മാസങ്ങൾ ഹജ്ജിൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹജ്ജ് ചെയ്യാനാവാത്തവർക്കും അവരവർ ജീവിക്കുന്ന മേഖലകളിൽ ഇരുന്നു കൊണ്ട് ഹജ്ജിൻ്റെ പരിശുദ്ധിയും പവിത്രതയും ഏറ്റുവാങ്ങാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ആത്മീയ സംസ്കൃതിയെ കരുപ്പിടിപ്പിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ സമയബോധത്താൽ പ്രചോദിതരായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയുമാറാകണം. അത് നിസ്സാരമല്ല. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ആളുകൾക്ക് പരിഷ്കൃത ബോധത്തിൻ്റെ ഭാഗമായൊരു ചിന്തയുണ്ട്, സമയവും കാലവും ഒന്നും ഒരു പ്രശ്നമല്ല എന്നൊരു ധാരണ. സമയവും കാലവും ഒന്നും ഒരു പ്രശ്നമല്ല, അതിനൊന്നും പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല, അങ്ങനെയൊന്നും ദീനിലില്ല. 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞതിന് ശേഷം ആ മാസങ്ങളിൽ നിങ്ങളോട് ഒരു ദ്രോഹവും അരുതായികകളും ചെയ്തു കൂട്ടാ എന്ന് പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ പറയുന്നത് ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വളവില്ലാത്ത കൃത്യതയുള്ള നേരായ ദീൻ, അതാണ് ഈ തിരിച്ചറിവുള്ള ദീനാണ് ദീൻ എന്നാണ്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിട്ട് കാലാനുസൃത ജീവിതത്തിൻ്റെ ന്യായം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പരിഷ്കരണവാദികളാണ് അതുകൊണ്ട് സമയത്തിനൊന്നും പ്രത്യേകതയില്ലെന്ന് പറഞ്ഞാൽ അവൻ ദൃശ്യലോകത്തിനപ്പുറത്തുള്ള ഒബിൽ ആഖിറത്തി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ യാഥാർത്ഥ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. മുത്തഖി എന്ന ഗണത്തിൽ നിന്ന് അവൻ എപ്പോഴേ പുറത്തു പോയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് കാണാത്തൊന്നും വിശ്വസിക്കൂല. ബാഹ്യമായി ഞങ്ങളുടെ മുമ്പിലേക്ക് ഇടിച്ചു കയറി വരുന്ന സംഗതികളെ പാദാർത്ഥിക ശക്തിയോടുകൂടി വരുന്നത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. പാദാർത്ഥാർത്ഥ്യാതീതമായതിനെ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായതിനെ അല്ലാതെ വസ്തുതാനിഷ്ഠമായതിനെ അംഗീകരിക്കില്ല എന്ന ബോധം ഒരു മുഅ്മിനിന് പാടില്ല. അതുകൊണ്ട് ഹജ്ജിൻ്റെ വിശിഷ്ടമായ മാസങ്ങളിലാണ്. ആ മാസങ്ങളിൽ നമുക്ക് ആ ഹജ്ജിനോട് താതാത്മ്യപ്പെടാനും അനുരോധപ്പെടാനും സഹായകമായ നിലയിലുള്ള കർമ്മ പദ്ധതികൾ പരിശുദ്ധ ദീനിൽ നമുക്ക് മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ്. അതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പരിശുദ്ധമായ ഹജ്ജിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന, ഹജ്ജിൻ്റെ ദിനത്തിൽ നാം കൊടുക്കേണ്ടുന്ന ബലി കർമ്മം അല്ലെങ്കിൽ ഉളുഹിയത്ത് എന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളിലേക്ക് അവരുടെ ഹജ്ജിനെ സക്രിയമായും കാർമ്മികമായും അതുപോലെ തന്നെ വൈകാരികമായും മാനസികമായും അവരുമായി ലോകത്തെവിടെയും ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആത്മബന്ധത്തെ കരുപ്പിടിപ്പിക്കുന്നതിന്, അവരോട് ചേർത്ത് വെക്കുന്നതിന് പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അവരവിടെ കർമ്മങ്ങളിലാകുമ്പോൾ നാം ഇവിടെയും ചില കർമ്മങ്ങളിലാകേണ്ടതുണ്ട്. നമുക്കുമുണ്ട് പണി. ഹജ്ജിനെ യാത്ര അയച്ചിട്ട് വെറുതെ ഇരുന്ന പോരാ. നമ്മളൊക്കെ ഇപ്പോൾ ഹജ്ജിൻ്റെ യാത്രയപ്പാണ് ഹാജിമാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. പോയവരെയും പോകാനുള്ളവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്നവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ ക്യാമ്പ് നടക്കുന്നു, അതെല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ അയച്ചിട്ട്, കാരണം അവർ പോകുന്നത് അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാ, ഹാജിമാരും ഉംറക്കാരും അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി പോവുകയാണ്, ഡെലിഗേറ്റ്സുകളായി പോവുക, നാടിൻ്റെ പ്രതിനിധാനങ്ങളാണവർ. അവരവിടെ പോയി പടച്ച തമ്പുരാനോട്, പടച്ചവനെ, എൻ്റെ നാടിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അവരെ പ്രതിനിധീകരിച്ച് നിൻ്റെ മുമ്പിൽ വന്നതാണ്, നീ ഇതൊന്ന് ഏറ്റെടുക്കണം എന്ന് പറയാൻ പോകുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾക്ക് വേണ്ടി പോകുന്ന ഡെലിഗേറ്റ്സ് യഥാർത്ഥത്തിൽ ആ അള്ളാഹുവിൻ്റെ സവിശേഷമായ ശ്രദ്ധാകേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഡ്യൂട്ടിയുമില്ലെന്നോ? ആരാണ് പറഞ്ഞത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നന്നായി ശ്രദ്ധിക്കണം. പടച്ചോൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാളിനോട് താതാത്മ്യപ്പെടുമ്പോൾ ഫിത്ർ സക്കാത്ത് കൊണ്ട് അവർ വല്ലാതെ, റമദാൻ കൊണ്ട് അവരിങ്ങനെ ഉദാരമാവുകയാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് മേവുന്ന
മെരുവുന്ന വല്ലാത്തൊരനുഭൂതിയാണ്, ആത്മീയാനുഭൂതിയാണ് അള്ളാഹു ഈ സമയങ്ങളിലൊക്കെ നമുക്ക് തരുന്നത്. എല്ലാവരും ഒന്നിക്കുന്ന, നന്മയുടെ പക്ഷം ചേർന്ന് എല്ലാവരും കൈകോർത്ത് പിടിക്കുന്ന, ആർക്കും വിട്ടു നിൽക്കാനാവാത്ത, ചിലർക്ക് മാറി നിൽക്കാവുന്നതല്ല ഒന്നും ദീനിൻ്റേത്. എല്ലാവരും ചേർന്നുകൊണ്ട് നന്മയിൽ കൈകോർക്കുക. ഇവിടെയും ഇതാ ഉളഹിയത്തിൻ്റെ സമയമാകുമ്പോൾ, ബലിപെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിന് വേണ്ടി ഒരു സംഘത്തെ യാത്രയാക്കിയിട്ട് നാട്ടിലിരുന്നു കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ നാം പങ്കാളികളാകാൻ ഉളഹിയത്തിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളഹിയത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഉളഹിയത്ത് നൽകാൻ ബാധ്യസ്ഥരായ മുഴുവൻ ആളുകളും നൽകേണ്ടതാണ്. ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ അവൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അവനും അവൻ്റെ ആശ്രിതർക്കും അന്നത്തെ ദിവസത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളത് ബാക്കിയുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക. എല്ലാവരും സുഭിക്ഷരാകട്ടെ. തുഅമത്തല്ലിൽ മസാക്കീൻ, ഓരോ മുഅ്മിനിനും അത് കൊടുക്കുന്നവന് ആത്മശുദ്ധി വരുത്തുന്നു. അത് അവൻ്റെ ഹൃദയത്തെ ഉദാരമാക്കുന്നു, പണത്തോടുള്ള ആർത്തിയിൽ നിന്ന് അവനെ മുക്തനാക്കുന്നു. അതോടൊപ്പം സാധുവ് ജനങ്ങൾക്കത് ഭക്ഷണമായി പരിവർത്തിക്കുന്നു. അള്ളാഹുവിൻ്റെ പദ്ധതികൾ എത്ര കൃത്യമായ നിലയിൽ ക്രമീകൃതമാണ്. അതുപോലെ തന്നെ ഇവിടെയും തുഅമത്തുല്ലിൽ മസാക്കീൻ, ലോകത്തെമ്പാടും ജീവിക്കുന്ന സഹോദരങ്ങൾ ബലിപെരുന്നാളിൻ്റെ വലിയ സന്തോഷം അനുഭവിക്കാൻ പോകുന്നവർക്ക് ഭക്ഷണങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന വലിയ ഭക്ഷണം തന്നെ കൊടുത്തുകൊണ്ടാവട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുക. അതിനോട് നമ്മൾ പൊരുത്തപ്പെടണം, അതിനോട് നമ്മൾ സഹകരിക്കണം. നമ്മൾ ഒറ്റയാന്മാരല്ല. ഇസ്ലാമിക ലോകം, മാനവ സമൂഹം മൊത്തത്തിൽ ഒറ്റയാൻ തുരുത്തല്ല. മറിച്ച് ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനോട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന, ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് മനസ്സാ പൊരുത്തപ്പെടുന്ന ഒരത്ഭുത സംവിധാനത്തിൻ്റെ പേരാണ് മാനുഷികമായ സാമൂഹിക ജീവിതമെന്ന് മറ്റു ജീവികളിൽ സാധ്യമാകാത്തതും കാണാത്തതുമാണത്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കാമ്പുകൊണ്ട് ഏറ്റെടുക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും ഇസ്ലാം കരിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളോട് പറയുകയാണ് നമ്മൾ ഉളഹിയത്ത് നൽകണമെന്ന്. എന്തിനാണ് ഉളഹിയത്ത് നൽകണത്? ഒരു ബലിമൃഗത്തെ അറുത്ത് നമ്മളിങ്ങനെ കൊടുത്തത് കൊണ്ട് എന്താ കിട്ടണത്? അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഒരു മുസ്ലിമിനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട. കാരണം എന്താ? തന്നെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ എന്തെല്ലാം സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തിയാലും, എന്തെല്ലാം ഞാൻ സ്വതന്ത്രനാണെന്ന് അവകാശപ്പെട്ടാലും അവനൊട്ടും സ്വതന്ത്രനല്ല. നമുക്കറിയാമല്ലോ, മനുഷ്യൻ എന്തെല്ലാം സ്വാതന്ത്ര്യം കണ്ടവൻ സ്വതന്ത്രനാന്ന് പറഞ്ഞാലും അവൻ എവിടെയും സ്വതന്ത്രനല്ല. അവൻ ഒരു അടിമത്വത്തിന് കീഴിലാണ്. ഏറ്റവും വലിയ അടിമത്വം അവൻ പടച്ചവൻ്റെ അടിമയാണെന്നുള്ളതാണ്. ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ബോധം കൈവിട്ട് നടന്നവരാരും അവരുടെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അവരെത്ര വലിയ സാമ്രാട്ടുക്കളായാലും, അവരെത്ര വലിയവരായാലും, സ്വേച്ഛാധിപതികളായാലും, അവരെത്ര വലിയ സമ്പന്നതയുടെ വലിയ മകുടങ്ങളിൽ വാണവരായാലും, അള്ളാഹു എന്ന പരമാധികാരിയുടെ പരമാധികാരത്തെ നിഷേധിച്ചവർ അവരെന്താണോ വലുതായി കണ്ടത് അതിൻ്റെ പേരിൽ പീഡിതരാകാതെ, അതിൻ്റെ പേരിൽ അവർ ഈ ലോകത്ത് വളരെ നിന്ദിതരാകാതിരുന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ നാം അംഗീകരിക്കണം. ഇത് ഉളഹിയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആശയപരമായ അന്തസത്തയാണ്. കുൽ, പറയുക നബിയെ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരവും, വനുസുക്കി, എൻ്റെ ബലികർമ്മങ്ങളും, വമഹ്യായ എൻ്റെ മൊത്തത്തിലുള്ള ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവപ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിതമാകുന്നു. മനുഷ്യൻ്റെ ജീവിതം, കുറേ ആളുകൾ ഈ ലോകത്ത് വലിയ അല്ലലൊന്നും അറിയാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് നമ്മളാരും കരുതി കളയണ്ട ഈ ലോകത്ത് പീഡിതാവസ്ഥയില്ലാതെ മനുഷ്യന് ജീവിതമുണ്ട് എന്ന്. അല്ലെങ്കിൽ സമർപ്പണമില്ലാതെ ലോകത്ത് ഇന്ന് കാണുന്നല്ലോ, ഗസയിൽ നാം 50,000-ഓളം മനുഷ്യർ ബലി കൊടുക്കപ്പെടുകയാണ്. ബലിക്ക് വിലയുണ്ട്. ഈ ക്രൂരമായ ബലി, നരഹത്യയ്ക്ക് ഈ ദുഷ്ടന്മാർ തുടങ്ങുമ്പോൾ അവരെവിടെയായിരുന്നു അവരുടെ സ്വീകാര്യതയും അംഗീകാരവും? ഒന്നൊന്നായി തകർന്നടിഞ്ഞുകൊണ്ടവർ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ രൂപാന്തരപ്പെട്ടു വരുന്ന ഓൾ ഐസ് ടു ഗസ എന്നോ മറ്റോ ഒരു പുതിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരിക്കുന്നുവല്ലോ, അല്ലേ? മാറുകയാണ്.
ബലികൾ തീർച്ചയായും സ്വീകാര്യതയുടെ അടയാളമാണ്. അത് ഈ ലോകത്ത് കാട്ടിത്തന്ന മഹാനായ ഒരു ബലിപുരുഷനുണ്ട്. അത് മറ്റാരുമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ദബീഹുല്ലാഹി ഇസ്മായിലുമാണ്. ബലി കൊടുക്കുമ്പോൾ, തൻ്റെ വിലപ്പെട്ടത് ത്യജിക്കുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളിൽ അവർ വിജയിക്കുകയാണ്. അവർ നീണാൾ ജീവിക്കുകയാണ് നാളുകളിൽ. ഇന്നത്തെ താൽക്കാലികമായ ഒരു ജീവിതത്തിനപ്പുറത്താണ് ജീവിതം എന്ന് നാം വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ത്യാഗമെന്നത് നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന പോലെ താഴ്മയാണ് നേട്ടം, ത്യാഗമാണ് നേട്ടം. എത്ര ത്യജിച്ചോ അത്രയും നേടുകയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ പണം ത്യജിച്ചാൽ അത്രയും അവൻ നേടുകയാ. അതുപോലെ തന്നെ അവൻ്റെ സുഖസൗകര്യരീതികൾ ത്യജിച്ചാൽ അവൻ ആത്മാവിൽ, അവൻ്റെ മനുഷ്യത്വത്തിൽ അത്രയും അവൻ ഉയരുകയാ, വളരുകയാ, നേടുകയാ. അവൻ്റെ സ്വീകാര്യതയിൽ അവൻ വളരുകയാ. ജീവൻ കൊടുത്താലോ, കൊടുക്കാവുന്നതിൽ ഏറ്റവും വിലപ്പെട്ടത് സ്വജീവനാണോ? സ്വജീവനും കൊടുക്കേണ്ടതാണ്. കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ 50,000-ഓടടുത്തെത്തി. ബോസ്നിയയിൽ 3 ലക്ഷം മുമ്പ് നമ്മൾ കൊടുത്തായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ 10 കോടി കൊടുത്തു. ഇങ്ങനെ മനുഷ്യൻ ഈ ലോകത്ത് ബലിയാക്കപ്പെടുന്നവനാണ്, ബലിയാകാനുള്ളവനാണ്. പക്ഷെ ആ ബലി യഥാർത്ഥത്തിൽ അർഹിക്കുന്നിടത്തേക്കാണോ അവൻ്റെ ബലിയാകുന്നത് അവൻ്റെ ജീവിതമെന്ന് അവൻ ആലോചിക്കണം. ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യാതെ താൻ എന്തിന് ചെയ്യപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടവൻ അറിയാത്തൊരു കാലം വരും എന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല കോണുകളിൽ മനുഷ്യർ കാരണമറിയാതെ ബലിയാവുകയാണ്, കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് ബലിമുക്തമായ ഒരു ജീവിതത്തെ നാം ആരും സ്വപ്നം കാണണ്ട. നമുക്ക് മാത്രം മറ്റാർക്കുമില്ലാത്ത ഒരു സ്വസ്ഥ ജീവിതം, സുഖജീവിതം. ആ സുഖജീവിതത്തിന് നമ്മളോടുള്ള കൽപ്പനകൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ സുഖജീവിതം അസ്വസ്ഥ ജീവിതത്തിലേക്ക്, അസുഖകരമായ ജീവിതത്തിലേക്ക് വഴിമാറുമെന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാകുന്നു എൻ്റെ നമസ്കാരം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ചരിത്രമാണ് ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ത്യജിച്ചു, എങ്ങനെ തന്നെ ബലിയാക്കി. തന്നെയല്ല, തൻ്റെ ഭാര്യയെയുമല്ല, തൻ്റെ നാടിനെയുമല്ല, തൻ്റെ പദവികളെയുമല്ല, തൻ്റെ മകനെയുമല്ല, തൻ്റെ ജീവനെയുമല്ല, തൻ്റെ മകൻ്റെ ജീവനെയും. എന്തിനാണ് ഒന്നിനു പുറകെ ഒന്നായി, ഒന്നിനു പുറകെ ഒന്നായി, ഒന്നിനു പുറകെ ഒന്നായി? എന്തിനാണ്? ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്നതിന് പരിധിയില്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് വേണേൽ ചിന്തിക്കാം. സത്യത്തിൽ പടച്ച തമ്പുരാനെ സംബന്ധിച്ച് പലരും പല ചോദ്യവും ചോദിക്കുമ്പോൾ മൃഗങ്ങളെ പീഡിപ്പിക്കാൻ കൽപ്പിച്ചു എന്ന് വരെ പറയുന്ന ചില ആളുകളുണ്ട്. അവരാരും ചോദിച്ചിട്ടില്ല എന്തിനാണ് ഈ ഇബ്രാഹിമിനെ ഇത്രയും പീഡിപ്പിച്ചതെന്ന്. അലൈഹിസ്സലാം എന്തിനാണ് ഇത്രയും പീഡിപ്പിച്ചേ? ഇബ്രാഹിം ഒരു പീഡിതനായിരുന്നില്ല. ലോകത്തിൻ്റെ നെറുകയിൽ ആ മഹാപുരുഷനെ പ്രതിഷ്ഠിക്കാൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ യോഗ്യത പരീക്ഷിക്കുകയായിരുന്നു എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ ഇബ്രാഹിം ആരായിരുന്നു? അന്നൊരു പീഡിതൻ മാത്രം. 4000 കൊല്ലം മുമ്പ് കനൽ പദങ്ങൾ ചവിട്ടി കടന്നു പോകുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ നിന്ന് ജീവിതത്തിൻ്റെ കനൽ പദങ്ങളെ ഏകാന്ത പതികൻ താണ്ടുമ്പോൾ അദ്ദേഹം ഒരു പീഡിതൻ മാത്രമാണ് ലോകത്തിൻ്റെ കണ്ണിൽ. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ആ മനുഷ്യനിലേക്ക് നാം എത്തി നോക്കുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സർവർക്കും സ്വീകാര്യനായ അത്ഭുത പ്രതിഭാസമായ ഒരു യുഗപുരുഷനായി ആ മഹാമനീഷി പരിണമിക്കുകയാണ്. ഇതാണ് ത്യാഗത്തിൻ്റെ ബലിയുടെ സമ്മാനമെന്ന് കദാലിക നജ്സിൽ മുഹ്സിനീൻ. മഹാബലി നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ? ഇങ്ങനെയാണ് മുഹ്സിനീങ്ങൾക്ക്. മുഹ്സിനീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ അള്ള കാണുന്നുണ്ടെന്ന് അറിഞ്ഞ് ചെയ്യുന്നവൻ്റെ പേരാണ് മുഹ്സിൻ. മുഹ്സിനീങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണ് കൂലി കൊടുക്കുന്നതെന്ന്. അപ്പോൾ എന്തിനാണ് ബലി? എന്തിനാണ് ബലി? ഇവിടെ നമ്മളോട് ബലി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, സാധാരണഗതിയിൽ എല്ലാ വർഷവും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു ജീവബലിയാണ്. സ്വന്തം ജീവൻ ബലിയാകേണ്ടടത്ത് ബലിയാകേണ്ടവനാണ് നീ. സഹാബാക്കൾ ബദരീങ്ങൾ ബലിയായ ഒരു ലോകമാണിത്. ഈ ലോകത്തെ അള്ളാഹുവിൻ്റെ സംസ്കാരം, വിശുദ്ധിയുടെ സംസ്കാരം അങ്ങനെ കരുപ്പിടിപ്പിക്കപ്പെട്ടതാണ്. ഉഹദീങ്ങൾ ബലിയായ ലോകമാണിത്. ഖന്തഖ് അതുപോലെ തന്നെ ഹുനൈനിലൊക്കെ ഒരുപാട് ബലി കൊടുത്ത് കരുപ്പിടിപ്പിക്കപ്പെട്ട ഒരു ദൈവിക സംസ്കൃതിയാണിത്. അതുകൊണ്ട് എനിക്ക് മാത്രം ബലിയില്ല, നിന്റെ ജീവനും ബലിയാകേണ്ടതാണ്. ബലി ആവശ്യപ്പെട്ടാൽ ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ധനവും അവരുടെ ശരീരവും വിലക്കെടുക്കുകയാണ്. ധനവും ശരീരവും അള്ളാഹു വിലയ്ക്ക് ചോദിക്കുന്നുണ്ട്. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം നൽകാൻ പകരമായി എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട്. സ്വർഗത്തിന് പകരം നിന്റെ ജീവൻ തന്നെ കൊടുക്കണം. അള്ളാഹ്ക്ക് ആവശ്യം വന്നാൽ കൊടുക്കണം. എന്തിനെല്ലാം വേണ്ടി ജീവൻ കൊടുക്കുന്നുണ്ട്? ഒന്നിനും വേണ്ടി അല്ലാതെ എന്തിനെല്ലാം വേണ്ടി ഇവിടെ ഓരോ ദിവസവും
ജീവൻ കൊടുത്തോണ്ടിരിക്കുന്ന മനുഷ്യരുടെ കഥ അറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ആത്മവിശുദ്ധിക്ക് വേണ്ടി പടച്ചവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൃദയത്തിൻ്റെ ആ ആത്മബന്ധത്തെ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ബലി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒബിദാല ശരീക ലഹു, പങ്കുകാരില്ലാത്ത അള്ളാഹ്, ഒബിദാലിക്ക ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബലിയാകാനാണ്. നിസ്കാരത്തിൽ കയറി നിന്നിട്ട് എല്ലാ ദിവസവും ഓതുന്നുണ്ടല്ലോ. ആത്മാർത്ഥതയില്ലാത്ത ഓതലിന് എന്താ കാര്യം? നമ്മൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നിസ്കാരവും മഹയാവും മാറ്റി, ഇത് നമ്മൾ ഓതിയതിന് ശേഷം അങ്ങനെയൊക്കെ ഒരു ബലിയുണ്ടോ എന്നാ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നെങ്കിൽ പിന്നെന്തിനായി കോപ്പിരാട്ടിക്ക് വരുന്നത്? നമ്മൾ പിന്നെന്തിനായി പണിക്ക് വരുന്നേ? അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അതാ നമ്മൾ ഓരോ ദിവസവും തുറന്നു പറയുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും, അതുകൊണ്ട് എല്ലാ മനുഷ്യേതര വസ്തുക്കളും മനുഷ്യന് വേണ്ടിയാണ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടത്. എന്നാൽ മനുഷ്യനാർക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ബലി ഉൾപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിനക്ക് അനുഭവിക്കാനാ, നമുക്ക് അനുഭവിക്കാനാ. ഈ ലോകത്തെ ഓരോ ജന്തുവും നമുക്ക് അനുഭവിക്കാനാ. നമ്മളില്ലെങ്കിൽ ഒരു ജന്തുവും മരിച്ചു പോകില്ല. ഒരു പശുവിനോട്, ഒരു മൃഗത്തോട് പോയി ചോദിക്കുക, നിന്നെ ഞാനല്ലേ പോറ്റണമെന്ന്. പോടാ എന്ന് പറയും മൃഗം. നീ ഇല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ, ഞാനില്ല നീ ജീവിക്കുമെന്ന് ചോദിക്കും തിരിച്ച്. കാരണം അത്രയും വലിയ അനുഗ്രഹം ജന്തുക്കളിലൂടെ അള്ളാഹ് തന്നതാണ്. നാം ഇല്ലെന്ന് കരുതി ഈ പ്രകൃതിയിൽ ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്രകൃതിയിലുള്ളത് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് സാധ്യമല്ല. ഭൂമിയിലുള്ളതെല്ലാം നമുക്കാണ് അള്ളാഹ് തന്നതെങ്കിൽ നമ്മെ അള്ളാഹു എടുക്കുകയാണ്. നമ്മെ അള്ളാഹു എടുക്കുകയാണ്. അള്ളാഹു നമ്മെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹം ജീവനാകട്ടെ, ആ അനുഗ്രഹം ആയുസ്സാകട്ടെ, ആ അനുഗ്രഹം മക്കളാകട്ടെ, ആ അനുഗ്രഹം മൃഗമാകട്ടെ, അതിനെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉളുഹിയ്യത്തിൽ വലിയ ഒരു സംഗതിയുണ്ട്. താൻ ഒന്നിനും ഉടമയല്ല എന്ന അംഗീകാരവും കൂടി അതിലടങ്ങിയിട്ടുണ്ട്. ഒരു മൃഗവും എൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള ഒരനുഗ്രഹവും അനുഗ്രഹം എന്നതിനപ്പുറത്തേക്ക് അതൊരു പദവിയില്ല. ഒന്നും ദൈവവും അല്ല. ഒരു മൃഗവും ദൈവമല്ല, ഒരു പശുവും ദൈവമല്ല. വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ നിലപാടാണ്. അതൊരു അനുഗ്രഹമാണ്. അതിലൂടെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എണ്ണി പറയുന്നുണ്ട്, ധാരാളം പറയുന്നുണ്ട്. വല്ലന്നആമ, മൃഗങ്ങളെ, നാൽക്കാലികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖലഖഹാലക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഫിഹാ ദിഫ്ഉൻ, അതിൽ നിങ്ങൾക്ക് പ്രതിരോധത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്, കമ്പിളിയുണ്ട്. ഓമനാഫിയോ, മറ്റൊരുപാട് പ്രയോജനങ്ങളുമുണ്ട്. ഓ മിന്നഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ. വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗിഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, നിങ്ങളുടെ ഭാരവസ്തുക്കളെ നിങ്ങൾക്ക് വളരെ സാഹസപ്പെട്ടല്ലാതെ എത്തിക്കാൻ കഴിയാത്ത ദൂരദിക്കുകളിലേക്ക് ആ മൃഗങ്ങളാണല്ലോ അവയെ എത്തിച്ചു തരുന്നത്. പുതിയ യന്ത്രവാഹനം വന്നപ്പോൾ ചിലപ്പോൾ നമുക്ക് നിഷേധിക്കാൻ തോന്നും. പക്ഷേ യന്ത്രവാഹനത്തിന് മുമ്പുള്ള ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ജന്തുവില്ലെങ്കിൽ മനുഷ്യന് ജീവിതമില്ല. അത്ര വലിയ മനുഷ്യൻ്റെ ജീവിതത്തോട് ഇഴുകിപ്പിടിച്ച ഒരു അനുഗ്രഹമാണിത്. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിങ്ങളുടെ റബ്ബ് റഊഫാണ്, അങ്ങേയറ്റം അനുകമ്പാകുലനും കരുണയുള്ളവനുമാണ്. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നത്. വൽ ഖൈല, കുതിരയെയും, വൽ ബിഗാല, കോവർ കഴുതയെയും, വൽ ഹമീറ, കഴുതയെയും അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തന്നതല്ലേ. ലി തഹ്മിലൂഹ, നിങ്ങൾക്ക് അതിൽ തർക്കബൂഹ, നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാൻ വേണ്ടി അള്ളാഹ് തന്നതല്ലേ, നിങ്ങളുണ്ടാക്കിയതാണ്. വസീന, നിങ്ങൾക്ക് അലങ്കാരമായും. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഇനി നിങ്ങൾക്ക് അവൻ പടച്ചു തരികയും ചെയ്യും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ. അന്നത് പറയുമ്പോൾ ഇതേ ഉള്ളൂ വാഹനം. എൻ്റെ കൂട്ടത്തിലൊരു ടിപ്പണി, ഒരു ക്ലോസ് ചേർക്കുകയാണ്. വയഖ്ലുഖു, അവൻ നിങ്ങൾക്ക് പടച്ചു തരും. മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തതും സഞ്ചരിക്കാൻ. പുറകെ വന്ന മുഴുവൻ വാഹനങ്ങളും ഇതിൽ പെട്ടു. പിന്നെ വന്ന പുത്തൻ വാഹനങ്ങൾ അള്ളാഹ് പറയാണ് പുറകെ നിങ്ങൾക്ക് വേറെ തരും. പക്ഷെ ഇത് തന്നത്, ഇതുണ്ടാക്കി തന്നത് അള്ളാഹു അല്ലേ. എത്ര വലിയ നിഅമത്താണ് മൃഗങ്ങളിലൂടെ അള്ളാഹു താല നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മൾ പടച്ച തമ്പുരാൻ്റെ നിഅമത്തുകളെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മൃഗവും ദൈവമല്ല.
ഒരു മനുഷ്യനും ഒരു മൃഗവും മനുഷ്യന്റെ മുകളിലും അല്ല. ഈ സന്ദേശം കൂടി ഉലഹിയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഒരു കുഞ്ഞിനെ അറുക്കാൻ അള്ളാഹു പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അറുക്കാൻ നേരമായപ്പോൾ അരുത്, മോനെ അറുക്കരുത്, മനുഷ്യനെ അറുക്കരുത്, സന്നദ്ധത ബോധ്യപ്പെട്ടിട്ട് മൃഗത്തെ കൊടുത്തിട്ട് മനുഷ്യന്റെ മുകളിലാണ് മൃഗമെന്ന സങ്കല്പത്തെ അട്ടിമറിക്കുകയാണ്. ഇന്ന് ഇന്ത്യ പ്രചരിപ്പിക്കുന്ന സംസ്കാരം മൃഗത്തിൻ്റെ താഴെയാണ് മനുഷ്യനെന്നും മൃഗം മനുഷ്യൻ്റെ മുകളിലാണെന്നുമാണ്. ഉൽഹിയത്ത് അതിൻ്റെ തിരുത്താണ്. ഇസ്ലാം അന്ന് മുതൽ ഇന്ന് വരെ ഉയർത്തിപ്പിടിക്കുക. നരബലി കൊടുക്കാൻ സന്നദ്ധതയുള്ളവർ, പശുബലി കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നവർ, മൃഗത്തിന് മനുഷ്യന്റെ മുമ്പിൽ സ്ഥാനം നൽകിയവർ, ദൈവത്വം കൽപ്പിച്ചതിന് എതിരാണ് ഉൽഹിയത്ത്. ഏത് മൃഗവും ഏത് ജന്തുവും മനുഷ്യന് അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ പശുബലി മഹാപാപമല്ലേ? അപ്പോൾ കോഴിബലി മഹാപാപമല്ലേ? കോഴി അറുത്തിനല്ലോ, ചിക്കൻ അടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അതും ജീവനല്ലേ, പാല് തരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആട് ബലിക്കും കുഴപ്പമില്ലല്ലോ, മട്ടനായ കുഴപ്പമില്ലല്ലോ. അതൊന്നുമല്ല ന്യായം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുകളിൽ മൃഗത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാടൻ പ്രാകൃത സംസ്കാരം, ലോകത്ത് വരുന്നതിനെതിരിലുള്ള ഒരു തിരുത്തും. ഈ മൃഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണുകയും തന്ന അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്നുള്ള സന്ദേശവും ഉൽഹിയത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മൃഗങ്ങളിലൂടെ തന്ന അനുഗ്രഹത്തെ ഒരിടത്തല്ല ഒരുപാടിടത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹ് ചോദിക്കുന്നുണ്ടല്ലോ, അവലം യറൗ, അവർ കണ്ടില്ലയോ, അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ, നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് അവർക്ക് നിർമ്മിച്ചു കൊടുത്തതിൽ നിന്ന് അൻആം മൃഗങ്ങളുണ്ടെന്നുള്ളത്. നാൽക്കാലികൾ. ആരുണ്ടാക്കിയ മൃഗങ്ങൾ? ആരുണ്ടാക്കിയ? അള്ളാഹു പറഞ്ഞല്ലോ, കഴുതയും കുതിരയും കോവർ കഴുതയും എന്ന് പറഞ്ഞിട്ട് യഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത വസ്തുക്കളെ ജന്തുവർഗ വാഹനരംഗത്ത് വാഹനമാകാൻ വേറെയും സൃഷ്ടിച്ചു വരുമെന്ന്. പുതിയ ഏതെങ്കിലും ജന്തുക്കൾ ഉണ്ടായെന്നാണോ അതിനർത്ഥം? പുതിയ ജന്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ ഉണ്ടായേ? കാറുണ്ടായി, ആകാശ വിമാനങ്ങളുണ്ടായി, അതുപോലെ തന്നെ പലതുണ്ടായി യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാലത്ത് ഇതായിരുന്നു നമുക്ക് മാലിക്കുൻ, ഇന്ന് നിങ്ങൾ ഉടമകളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ഉടമയാക്കാൻ പറ്റി? ആനയെ മെരുക്കാൻ, ആന നിങ്ങളെ മെരുക്കുന്നില്ലല്ലോ, ആനയെ നിങ്ങളെങ്ങനെ മെരുക്കി? സിംഹത്തെയും പോലും നിങ്ങൾക്ക് മെരുക്കാൻ ഇന്നാകുന്നുണ്ട്. വന്യമൃഗങ്ങളെ ഒന്ന് തൊഴിച്ചാൽ, ആഞ്ഞു തൊഴിച്ചാൽ തകർന്നു പോകുന്ന ജീവിതമേ മനുഷ്യനുള്ളൂ. എന്തുകൊണ്ട് കരുത്തുറ്റ ബലിമൃഗത്തെ നിനക്ക് വശംവദമാക്കി? ഒരു പട്ടി ഇടഞ്ഞാൽ പിടിച്ചു കെട്ടാനാവുമോ പേപ്പട്ടിയെ? ഒരു പൂച്ച ഇടഞ്ഞാൽ പിടിച്ചു കെട്ടാനാവാത്ത മനുഷ്യന്റെ മുമ്പിൽ വദല്ലൽനാഹലഹും, നാമല്ലേ അവർക്ക് വിധേയമാക്കി കൊടുത്തത് അല്ലേ? അള്ള വഴക്കി തന്നില്ലെങ്കിൽ ഈ മൃഗത്തിന്റെ ബീഫടിക്കുമോ? നമ്മള് അടിക്കോ? വഴങ്ങിയില്ലെങ്കിൽ വഴക്കാൻ ആർക്കും കഴിയില്ല. ഇത്രയും കരുത്തുറ്റ ജീവികളെ അള്ളാഹു അല്ലേ വഴക്കമുള്ളതാക്കി തന്നത്. ഫമിൻഹാ റക്കൂബും, എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറിയല്ലേ, ഈ കരുത്തുറ്റ ജീവിയുടെ പുറത്ത് കയറിയല്ലേ അവരുടെ സഞ്ചാരം. ഓ മിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്നല്ലേ അവർ ഭക്ഷിക്കുന്നതും. വലഹും ഫിഹാ മനാഫിഉ മശാരിബു, എന്തെല്ലാം പ്രയോജനങ്ങൾ വേറെയും അവയിലുണ്ട്. ഒരു ജന്തുവിൽ, ഒരു ജീവിയിൽ എത്ര അനുഗ്രഹങ്ങൾ! ജീവിതം പോലും മനുഷ്യൻ ഈ ജന്തുക്കളോട് ഇഴുകിച്ചേർന്നല്ലാതെ നിലനിർത്താൻ സാധ്യമല്ലാത്ത ഒരു മഹാജീവി വർഗമാണിത്. മശാരിബു, നുണയാൻ കുടിക്കാൻ പാലും അതിൽ നിന്നല്ലേ. അഫലാ യഷ്കുറൂൻ, അവർ നന്ദി ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? എത്ര വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഈ അനുഗ്രഹത്തെ പടച്ചതമ്പുരാന് കൊടുക്കണം. എന്നിട്ട് ഇത് അനുഗ്രഹം മാത്രമാണ്, അനുഗ്രഹദാതാവല്ല, അവതാരവും അല്ല. ഈ പശുവിന് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ മുകളിൽ സ്ഥാനം കൊടുത്താൽ ലോകത്ത് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയാമോ? മനുഷ്യനെ അറുത്ത് തിന്നാം, പശുവിനെ അറുക്കത്ത് തിന്ന മനുഷ്യനെ കൊല്ലാം, പശുവിനെ കൊന്നുകൂടാന്ന് പറയും. മൃഗത്തിന് മനുഷ്യൻ്റെ മുകളിൽ സ്ഥാനം കൊടുക്കുകയാണ്. അങ്ങനെ സംസ്കാരം, അങ്ങനെ ഒരു പ്രാകൃതമായ വികലമായ മാനസികാവസ്ഥയിൽ ഒരു ജനത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയാവോ? അവൻ്റെ മുമ്പിൽ ഏത് വിഡ്ഢിക്കും ദൈവമാകാം, അവതാരമാകാം. എന്നെ രാജ്യത്തിന് വേണ്ടി ദൈവം അവതരിപ്പിച്ച ഞാൻ അവതാരമാണെന്ന് ആരോടാ ഇത് പറയണേ? ഈ പോത്തുകളല്ലേ ഇത് വിശ്വസിക്കുള്ളൂ? പോത്തുകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ അവതാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവതാരത്തിന് കാവല് 2000 പോലീസ്. അവതാരത്തിന് കാവലിരിക്കാൻ യേശു അവതാരമാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. യേശുവിന് ഒരു പോലീസും കാവലിരുന്നില്ല.
അവതാര സങ്കല്പത്തിലെ ദശാവതാരങ്ങളിൽ ഒരവതാരത്തിനും പോലീസ് കാവലിരുന്നിട്ടില്ല. ഇപ്പോൾ വന്നേക്കുന്ന ഒരു അവതാരം, എന്നിട്ട് 2000 പോലീസിനപ്പുറത്ത്. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ഒരു മനുഷ്യന് ദൈവം ചമയണമെങ്കിൽ അതുപോലും സാധ്യമാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് മൃഗത്തിന് മനുഷ്യൻ്റെ മുകളിൽ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ്. ഉളുഹിയ്യത്ത് അതിനെ എക്കാലത്തേക്കുമായി അറുത്ത് മാറ്റുകയാണ്. മൃഗം മനുഷ്യൻ്റെ മുകളിലല്ല, മനുഷ്യനാണ് മൃഗത്തിൻ്റെ മുകളിൽ. ഈ വലിയ സംസ്കൃതി അതിൻ്റെ ഭാഗം ചേരണം. അതില്ലാത്തതിൻ്റെ ദുരന്തമാണ് രാജ്യത്ത്. മൃഗത്തെ മനുഷ്യൻ്റെ തലയിൽ മുകളിൽ വെച്ചപ്പോൾ ഒന്നുമല്ലാത്തവൻ വെറുപ്പിൻ്റെയും നുണയുടെയും ഒരു അവതാരം. അതാണ് അവതാരമാണ്. എന്തിൻ്റെ അവതാരം? വെറുപ്പവതാരം, നുണയവതാരം. ആ അവതാരം ദൈവമാകുന്ന ഒരു രാജ്യത്ത് മനുഷ്യൻ്റെ മനസ്സ് പ്രാകൃതമായാൽ അതിൻ്റെ ദുരന്തമാണ് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉളുഹിയ്യത്ത് വളരെ പ്രധാനമാണ് എൻ്റെ സഹോദരങ്ങൾ. ഉളുഹിയ്യത്തിൽ ഭാഗഭാക്കാകണം. ഇത് വലിയൊരു മൂല്യത്തെ, ഒരു സംസ്കൃതിയെ കരുപ്പിടിപ്പിക്കുകയാണ്. ഇത് ഹാജിമാരുടെ മഹിതമായ ആത്മസംസ്കരണ പ്രക്രിയയുമായി പാകം ചേരുകയാണ്. ലോകത്ത് മനുഷ്യന് അള്ളാഹു മൃഗത്തെ തന്നിരിക്കുന്നത് ആഹാരമാകാനാണ്, സാധുവിന് സുഭിക്ഷതയ്ക്ക് വേണ്ടിയാണ്. അത് നാം നൽകേണ്ടതാണ് എന്ന സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് ഇത് അറുത്തു കൊടുത്താൽ അള്ളാഹു സംപ്രീതനാകുന്നത് അതിൻ്റെ ചോര കുടിച്ചിട്ടല്ല, ഇറച്ചി തിന്നിട്ടല്ല. അത് കൊടുക്കാൻ നീ കാണിച്ച ഹൃദയത്തിൻ്റെ ആത്മസംസ്കരണ ബോധം, അള്ളാഹുവിൻ്റെ അടിമത്വം, അനുഗ്രഹത്തിന് നന്ദി എന്ന ബോധം നിൻ്റെ ഉള്ളിലുണ്ടായല്ലോ. ആ ബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്, ചോരയല്ല, ഇറച്ചിയല്ല. ലയ്യനാലുഹു തഖ്വാ മിൻകും ലുഹൂമുഹാ വലാ ദിമാഉഹാ. ചോര ഇറച്ചി അങ്ങോട്ട് പോകണില്ല. ചില ആളുകൾ ചോദിക്കും, അള്ളാഹ്ക്ക് ചോര വേണോ ഇറച്ചി വേണോ? ചോര ഇറച്ചിയും പോകില്ല എന്നല്ല പറഞ്ഞു. നിനക്ക് ഈ അനുഗ്രഹത്തെ, ഇത് അനുഗ്രഹമാണ്, ഇത് ദൈവമല്ല. അനുഗ്രഹമെല്ലാം പടച്ചു മുൻപിൽ കാഴ്ചവെക്കണമെന്നുള്ള ഈ അനുസരണബോധമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അള്ളാഹു താല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് അറുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അറുക്കാതെ പച്ചക്കറി തിന്നുന്നവനും ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ജീവൻ, എല്ലാ ചെടികളിലും ജീവനുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞു. അവയ്ക്ക് തസ്ബീഹുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞു. ജഗദീഷ് ചന്ദ്ര ബോസ്, JC ബോസ് കണ്ടെത്തി, ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, എല്ലാ ജീവികൾക്കും ജീവനുണ്ടെന്ന്, സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന്. പിന്നെ ജീവനില്ലാത്ത എന്തിനാ കൊല്ലാനും തിന്നാനും പറ്റണേ? പച്ചക്കറി തിന്നുന്നവനും ജീവനെയാണ് ഹനിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യായങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. മനുഷ്യൻ അല്ലാഹു തന്ന അനുഗ്രഹമാണ്, അത് നമ്മൾ അനുഭവിക്കുക. കുലൂ മിൻഹ, അതിൽ നിങ്ങൾ ഭക്ഷിക്കുക. വാത്ഇമുൽ ബാഇസൽ ഫഖീർ, വിശന്ന ദരിദ്രൻ അതിൽ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അത് ഭക്ഷിക്കുന്നത് തെറ്റല്ല, അത് ദൈവമല്ല. അതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലാവതും അല്ല. മനുഷ്യൻ മൃഗത്തിൻ്റെ മുകളിലാണ്. അള്ളാഹു യാഥാർത്ഥ്യബോധം ലോകത്തിന് നൽകുമാറാകട്ടെ. ഉളുഹിയ്യ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന, അടക്കി വെച്ചിരിക്കുന്ന ഈ മഹാസന്ദേശത്തെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി, ആരെങ്കിലും ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദബഹ ഖബല സ്വലാ, നിസ്കാരത്തിന് മുമ്പ് അറുത്താൽ ഫഇന്നഹാ ദബഹുൻ ലിനഫ്സി, അവൻ സ്വന്തത്തിന് വേണ്ടി അറുത്തതാ. വമൻ ദബഹ ബഅദ സ്വലാ, നിസ്കാരം കഴിഞ്ഞറുത്താൽ ഫഖദ് തമ്മ നുസുക്കുഹു അസാബ സുന്നത്തുൽ മുസ്ലിമീൻ, അവൻ മുസ്ലിമീങ്ങളുടെ ചര്യ അവലംബിച്ചു, അവൻ്റെ ആരാധന അവൻ പൂർത്തിയാക്കി. അപ്പോൾ അതിൻ്റെ സമയമെല്ലാം നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി നിർവഹിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവനോട് ചേർത്ത് വെക്കണം. ഏതെങ്കിലും ഒരു ഷെയർ അങ്ങോട്ട് ചേർന്നിട്ട്, ഷെയർ ചേരണം കേട്ടോ, ചേർന്നിട്ട് കാണാതെ, ആ മൃഗത്തെ ഒന്ന് കാണാതെ, ഒന്ന് തഴകാതെ, ഒന്ന് തലോടാതെ, അതിനൊരു സ്നേഹവും കൊടുക്കാതെ നമുക്കെങ്ങനെയാ മൃഗത്തോടൊരു ജീവന ബലിയർപ്പിച്ചതിൻ്റെ നൊമ്പരമുണ്ടാവുക? മകനെ ബലിയർപ്പിച്ചവർ ഓർമ്മയാണ്. ഇന്നലകളിൽ നമ്മളൊക്കെ വീട്ടുമുറ്റിൽ വളർത്തിയിരുന്ന ഒരു ഉരുവിനെ അറുക്കുമ്പോൾ ആ ഉമ്മമാർ കണ്ണീരൊഴുക്കുമായിരുന്നു, അല്ലേ? ഒരു കോഴി ചത്തുപോയാൽ ഒരാഴ്ച ഉമ്മ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ജീവന് നമ്മുടെ മനസ്സിനോട് അത്രമാത്രം ചേരാനുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ നന്നായി വളർത്തണം. സമ്മിനു ലഹായാക്കും ഫഇന്നഹാ ലസിറാത്തി മത്താവയാക്കും. നിങ്ങളുടെ ഉളുഹിയ മൃഗത്തെ നിങ്ങൾ തടിപ്പിച്ച് വളർത്തുക, നിങ്ങൾ അരുമയോടെ വളർത്തി കൊഴുപ്പിക്കുക. ഫഇന്നഹാ ലസിറാത്തി മത്തായാക്കും, അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് വാഹനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരെ പരലോക യാത്രയ്ക്കൊരു വാഹനം വേണം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയല്ലെങ്കിലും അദൃശ്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നവന് മാത്രമേ മുസ്ലിം എന്ന് പറയുള്ളൂ. നാളെ പരലോക സീമകളിൽ ഒരുപാട് യുഗങ്ങൾ താണ്ടേണ്ട ഒരു യാത്രയുണ്ട്. സ്വർഗത്തിലേക്കുള്ള യാത്ര, നരകത്തിലേക്കുമാകാവുന്ന യാത്ര. ആ യാത്രയിൽ നമുക്കും ഒരു വാഹനം ബുക്ക് ചെയ്യണം.
അതാണ് യഥാർത്ഥത്തിൽ ഈ വാഹനം. എല്ലാവരും സാധ്യമാകുന്നവരെല്ലാം ഇതിൽ പങ്കുചേരുക. പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ. മാറി നിൽക്കാൻ അവകാശമില്ല. ഹനഫി മദ്ഹബിൽ വാജിബാണ്, ഷാഫിയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാലും ചര്യ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് സുന്നത്ത് ചെറിയ സുന്നത്തല്ല, എല്ലാവരും പങ്കുചേരുക. അതുപോലെ തന്നെ ആരെങ്കിലും ഉളഹിയത്ത് അറുക്കാൻ തീരുമാനിച്ച് അവകാശപ്പെട്ടവനായി കഴിഞ്ഞാൽ പിന്നെ ഫലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മങ്കാന ലഹു ദബ്ഹുൻ യദ്ബഹുഹു, അറുക്കാനുള്ള ഉളഹിയത്തിന് ആരെങ്കിലും തീർച്ചപ്പെടുത്തിയാൽ ഫൈദാ ഹല്ല ഹിലാലു ദുൽഹിജ്ജ, ദുൽഹജ്ജിൻ്റെ ചന്ദ്രപ്ര പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ അതിൻ്റെ പിറ കണ്ടാൽ ഫലാ യഖുദന്ന മിൻ ഷഅരിഹി വശാരിബിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅൻ ഹത്താ യുളഹിയ. ഉളഹിയ നടത്തുന്നതുവരെ മീശയോ നഖമോ വെട്ടരുത്. ഹാജിമാരുമായി സാധാത്മ്യപ്പെട്ടുകൊണ്ട് അവരും നമ്മളും ഒന്നാകുന്ന ഒരത്ഭുതവും കൂടി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നേരത്തെ നഖമൊക്കെ വെട്ടി വെച്ചേക്കണം ഉളഹിയ ഇറക്കാൻ വേണ്ടി പോകുന്നവർ മാസം കടന്നു വരുന്നതിന് മുമ്പായിട്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതിനൊക്കെ ആത്മീയമായ ഒരുപാട് അന്തസ്സത്തകളുണ്ട്, പരിപ്രേക്ഷ്യങ്ങളുണ്ട്. അള്ളാഹു അതൊക്കെ തിരിച്ചറിഞ്ഞ് സമയവും അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങൾക്കും ഉള്ള മൂല്യങ്ങളെക്കുറിച്ചുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ആത്മപ്രധാനിയായ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മൃഗത്തിനതില്ലാത്തതാണ് മൃഗജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തമാക്കുന്ന അതാ. അള്ളാഹു നമുക്ക് കാര്യം മനസ്സിലാക്കി നന്നായി പ്രവർത്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഉളഹിയയിൽ എല്ലാവരും പങ്കുചേരുക. നമ്മുടെ ജമാഅത്ത് ഉളഹിയത്തിന് വേണ്ടിയിട്ടുള്ള ഷെയറൊക്കെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും അതിനകത്ത് പങ്കുചേരുക. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരങ്ങനെ, ഷെയറായി ചേരാൻ പറ്റുന്നവരങ്ങനെ. എല്ലാവർക്കും അറിയാമല്ലോ 7 പേർക്ക് പങ്കുചേരാമെന്നുള്ളത്. ചില ആളുകൾ ചോദിച്ചു അക്കീക്കയിൽ ചേരാമെന്ന്. അക്കീക്കക്കാർക്കും ചേരാം കേട്ടോ. അക്കീക്ക ഇറക്കുന്നവർക്ക് ഉളഹിയ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാന്ദർഭ്യമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നന്നായി ചെയ്യാൻ, അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നിലയിൽ ചെയ്യാൻ. എല്ലാ ബലിയും സ്വീകരിക്കപ്പെടുന്നില്ല, അതൊന്നും പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നിലയിൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു.